നമസ്കാരം. കേരളത്തിൽ മാലിന്യ സംസ്കരണ മേഖലയിൽ പുതിയ നിയമങ്ങൾ ജൂൺ 5 മുതൽ നടപ്പിലാക്കി തുടങ്ങി. സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും മാലിന്യങ്ങൾ 4ആയി തരംതിരിച്ച് നൽകുന്നത് ഇനി നിർബന്ധമാണ്. തരംതിരിക്കാതെ കൊടുക്കുന്നവർക്കെതിരെ കർശന നടപടിയും പിഴയും ഉണ്ടാകുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ മാലിന്യ പ്രശ്നം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ നിയമം. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യം മൂലം രോഗങ്ങൾ പടരുന്നു. വെള്ളവും വായുവും മലിനമാകുന്നു. ഇത് പരിഹരിക്കാൻ ഉറവിടത്തിൽ തന്നെ മാലിന്യം തരംതിരിക്കുന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇനി മാലിന്യം 4 വിഭാഗങ്ങളായി മാത്രമേ നൽകാവൂ. 1 ജൈവ മാലിന്യം, 2 അജൈവ മാലിന്യം, 3 സാനിറ്ററി മാലിന്യം, 4 അപകടകരമായ മാലിന്യം. ഈ 4 എണ്ണം കൂടാതെ ബയോമെഡിക്കൽ മാലിന്യം, രാസവസ്തുക്കൾ, ഇലക്ട്രോണിക് മാലിന്യം എന്നിവ പ്രത്യേകം ശേഖരിക്കണം. അടുക്കളയിൽ നിന്ന് വരുന്ന പച്ചക്കറി, പഴംതൊലി, ചോറ്, കറി, ഭക്ഷണാവശിഷ്ടങ്ങൾ, പൂക്കൾ, തെങ്ങോല, ഇലകൾ എന്നിവയെല്ലാം ജൈവ മാലിന്യമാണ്. ഇത് അഴുകുന്ന മാലിന്യമാണ്. ഹരിതചട്ടി, കമ്പോസ്റ്റ് ബിൻ, ബയോഗ്യാസ് പ്ലാന്റ് എന്നിവയിൽ സംസ്കരിക്കാം. പ്ലാസ്റ്റിക് കവർ, കുപ്പി, പ്ലാസ്റ്റിക് പാത്രം, പേപ്പർ, കടലാസ്, പത്രം, പുസ്തകം, ഗ്ലാസ്, കുപ്പി, ലോഹം, ടിൻ, അലുമിനിയം എന്നിവയെല്ലാം അജൈവ മാലിന്യമാണ്. ഇത് വീണ്ടും ഉപയോഗിക്കാം, പുനർചക്രീകരിക്കാം. ഇത് വെള്ളത്തിൽ കഴുകി ഉണക്കി മാത്രമേ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സാനിറ്ററി നാപ്കിൻ, ഡയപ്പർ, ടിഷ്യൂ പേപ്പർ, ബാൻഡേജ്, കോട്ടൺ എന്നിവയെല്ലാം സാനിറ്ററി മാലിന്യമാണ്. ഇത് കടലാസിൽ പൊതിഞ്ഞ് പ്രത്യേകം കവറിൽ മാത്രമേ കൊടുക്കാവൂ. പെയിന്റ്, കെമിക്കൽ, ബാറ്ററി, ബൾബ്, ട്യൂബ് ലൈറ്റ്, മരുന്ന്, കീടനാശിനി, പ്ലാസ്റ്റിക് കുപ്പിയിൽ അവശേഷിക്കുന്ന എണ്ണ എന്നിവയെല്ലാം അപകടകരമായ മാലിന്യമാണ്. ഇത് പ്രത്യേകം ശേഖരിച്ച് ഹാനികരമല്ലാത്ത രീതിയിൽ സംസ്കരിക്കണം. ഇതുകൂടാതെ 100-ലധികം ആളുകൾ പങ്കെടുക്കുന്ന വിവാഹം, മരണം, പൊതുപരിപാടി, ഉത്സവം എന്നിവയ്ക്ക് 3 ദിവസം മുമ്പ് തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് രേഖാമൂലം അനുമതി വാങ്ങിയിരിക്കണം. അനുമതി വാങ്ങാതെ പരിപാടി നടത്തിയാൽ കർശന പിഴ ഈടാക്കും. പരിപാടി നടത്തുന്നവർ തന്നെയാണ് മാലിന്യം തരംതിരിച്ച് സംസ്കരിക്കേണ്ടത്. ബയോഡീഗ്രേഡബിൾ പാത്രം മാത്രമേ ഉപയോഗിക്കാവൂ. പ്ലാസ്റ്റിക്, ഗ്ലാസ്, പ്ലേറ്റ്, കവർ എന്നിവ നിരോധിച്ചിരിക്കുന്നു. പരിപാടി കഴിഞ്ഞ സ്ഥലം വൃത്തിയാക്കി ഏൽപ്പിക്കേണ്ടതാണ്. ഇതുകൂടാതെ വലിയ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക നിയമവുമുണ്ട്. 20,000 ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾ, ഹോട്ടൽ, ഹോസ്പിറ്റൽ, ഷോപ്പിംഗ് മാൾ, സ്കൂൾ, കോളേജ്, ഫാക്ടറി, ദിവസേന 100 കിലോയിൽ കൂടുതൽ മാലിന്യം പുറന്തള്ളുന്നവർ എന്നിവയ്ക്കെല്ലാം ഈ നിയമം ബാധകമാണ്. ഈ സ്ഥാപനങ്ങൾ കേന്ദ്ര പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തണം. സ്വന്തമായി കമ്പോസ്റ്റ് യൂണിറ്റ്, ബയോമീഥേൻ പ്ലാന്റ്, മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി എന്നിവ സ്ഥാപിക്കണം. മാലിന്യം തരംതിരിക്കാതെ പുറത്തേക്ക് കൊടുക്കാനായിട്ട് പാടില്ല. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് പരിശോധന നടത്തും. മാലിന്യം തരംതിരിക്കാത്ത സ്ഥാപനങ്ങൾക്ക് പൂട്ടുവയ്ക്കും. വൻതോതിൽ പിഴ ഈടാക്കുകയും ചെയ്യും. തെരുവ് കച്ചവട സ്ഥലങ്ങളിൽ മാലിന്യം ശേഖരിക്കാൻ കൃത്യമായ കണ്ടെയ്നറുകൾ കരുതിയിരിക്കണം. ജൈവം, അജൈവം എന്ന് വേർതിരിച്ച ബിൻ വയ്ക്കണം. കച്ചവടം കഴിയുമ്പോൾ സ്ഥലം വൃത്തിയാക്കണം. പ്ലാസ്റ്റിക് ക്യാരി ബാഗ്, പ്ലാസ്റ്റിക് കപ്പ്, സ്ട്രോ എന്നിവ ഉപയോഗിക്കാൻ പാടില്ല. പേപ്പർ കവർ, തുണി സഞ്ചി, സ്റ്റീൽ പാത്രം എന്നിവ മാത്രമേ ഉപയോഗിക്കാവൂ. ലംഘിച്ചാൽ സാധനം കണ്ടെടുക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യും. ഇതുകൂടാതെ വീട്ടിലെ മാലിന്യം തരംതിരിക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യ തവണ 200 രൂപ പിഴയും, 2ാം തവണ 500 രൂപ, 3ാം തവണ 1000 രൂപ, തുടർന്ന് നടപടി കർശനമാക്കും. ഹോട്ടൽ, കട, സ്ഥാപനം എന്നിവിടങ്ങളിൽ നിയമം ലംഘിച്ചാൽ 5000 രൂപ മുതൽ 25,000 രൂപ വരെ പിഴ ഈടാക്കും. തുടർച്ചയായി ലംഘിച്ചാൽ ലൈസൻസും റദ്ദാക്കും. ഇതുകൂടാതെ പൊതുസ്ഥലത്ത്, റോഡിൽ, കനാലിൽ, കുഴിയിൽ മാലിന്യം തള്ളിയാൽ 1000 രൂപ മുതൽ പിഴ ഈടാക്കും. വാഹനത്തിൽ നിന്ന് തള്ളിയാൽ വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യും. ഓരോ വീട്ടിലും 4 ബക്കറ്റ് അല്ലെങ്കിൽ കവർ വെക്കണം. ജൈവം, അജൈവം, സാനിറ്ററി, അപകടകരമെന്ന് എഴുതി വെക്കണം. മാലിന്യം ഉണ്ടാകുമ്പോൾ അതിൽ തന്നെ ഇടേണ്ടി വരും. നിശ്ചിത ദിവസം ഹരിതകർമ്മസേന വീട്ടിലെത്തും. തരംതിരിച്ച മാലിന്യം അവർക്ക് കൈമാറുക. തരംതിരിക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് വാങ്ങില്ല. കേരളത്തെ മാലിന്യമുക്തമാക്കുക, ശുദ്ധമായ പരിസ്ഥിതി ഉണ്ടാക്കുക, രോഗങ്ങൾ കുറയ്ക്കുന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. നിയമം പാലിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ പുതിയ നിയമം എല്ലാവരും പാലിക്കണം. വീട്ടിൽ തുടങ്ങി നമുക്ക് മാറ്റം കൊണ്ടുവരാം. ഈ വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.